ഇപ്പോൾ അടൂർ പ്രകാശ് മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. അതിലേക്ക് തത്സമയം. കാട്ടാക്കട ഭാഗത്തൊക്കെ ഉണ്ടായി, അതായത് യുവജന മണ്ഡലത്തിലൊക്കെ ഫ്ലക്സ് വരുന്നത് വികസനത്തിന്റെ കാര്യത്തിന്റെ പുറത്തു. അല്ല ചോദിക്കുന്നത്, ഈ ഫ്ലക്സ് വരുന്നതാണോ? അതായത് ഒരു സ്ഥാനാർത്ഥിയുടെ ഫ്ലക്സ് വെക്കുമ്പോൾ, ജയിച്ച ഒരാളുടെ ഫ്ലക്സ് വെക്കുമ്പോൾ ജയിക്കാത്ത തന്നെ പല നേതാക്കളുടെ ഫ്ലക്സ് വരുന്നുണ്ട്. ഇവരാണ് നയിച്ചത്, ഇനി ഇവർ നയിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. അത് നല്ല പ്രവണതയാണോ? അത് പാർട്ടി പ്രവർത്തകരുടെ ഒരു വികാരം എന്നുള്ള നിലയിൽ പലയിടങ്ങളിലും അത്തരത്തിൽ ഫ്ലെക്സുകൾ ഉയർത്തുകയുണ്ടായി. പക്ഷെ അത്തരം കാര്യങ്ങൾക്ക് അന്തിമമായ ഒരു തീരുമാനം പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം UDFന് നേതൃത്വം കൊടുക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സാണ്. അപ്പോൾ തീർച്ചയായും ഇന്ന് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന UDF എന്നുള്ള നിലയിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് അന്തിമമായ ഒരു തീരുമാനം ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയിൽ നിന്നും വലിയ കാലതാമസമില്ലാതെ ഉണ്ടാകും എന്ന് നിങ്ങളെ അറിയിക്കുകയാണ്. നിങ്ങളായി വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ ഇരിക്കണം എന്ന ഒരു റിക്വസ്റ്റ് കൂടി UDFന്റെ കൺവീനർ എന്നുള്ള നിലയിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. ഹൈക്കമാൻഡ് അക്കാര്യങ്ങൾ ഒക്കെ തന്നെ ചർച്ച ചെയ്യുന്നുണ്ട്. ആ ചർച്ച ചെയ്തതിന് ശേഷം ഹൈക്കമാൻഡ് അറിയിക്കുന്നതനുസരിച്ച് ആണ് തീരുമാനങ്ങൾ വരാൻ പോകുന്നത്. ഇല്ല, അത്തരം കാര്യങ്ങളൊക്കെ നിരീക്ഷകർ എത്തിച്ചു. ഇപ്പോൾ UDF കൺവീനർ അടൂർ പ്രകാശ് മാധ്യമങ്ങളെ കാണുകയായിരുന്നു. മുഖ്യമന്ത്രി എന്നുള്ള ആ നിലയിലുള്ള ആ ചോദ്യത്തിന് എത്രയും പെട്ടെന്ന് ഉത്തരം ഉണ്ടാവും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.